സാറാ ലൈൻ 10ഉം 11 മാത്രം അടിച്ചാൽ പോരെ? ബാക്കി അവിടെ ഉണ്ടാവണം ഇല്ലേ? 10ഉം 11 മാത്രം നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ്. ആ 5, 6, 8 ലൈനൊന്നും ഇല്ല. സാർ മറ്റേ 5, 6, 8 ലൈനൊന്നും ഇല്ല. എന്നാൽ അതും കൂടെ തൽക്കാലം അതുപോലെ ആഡ് ചെയ്യും. ഞാൻ നോക്കാം. അത് സാധാരണ ഇനി ടീം വരേണ്ടതാണ്. ബാക്കിയെല്ലാം പ്രോപ്പറാണോ? ഇതുപോലെ തന്നെയാണോ വന്നിരിക്കുന്നത്? ബാക്കി എല്ലാ ലൈനും ഉണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ അതുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. ഞാനത് ഒന്നുകൂടെ നോക്കാം അതെന്നാ വരാനെന്നുള്ളത്. സാർ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഈ ഒരു 15th ലൈനും കൂടെ കറക്റ്റ് ആണെന്ന് നോക്കിയേക്കെ. നമ്മൾ ഇമ്പോർട്ട് ബേസ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് മെറ്റഡാറ്റ എന്ന് പറയുന്നത് ബേസ് ഡോട്ട് മെറ്റഡാറ്റ ആണെന്നൊന്നും കൂടെ കൺഫേം ചെയ്യാം. സാർ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിനി അതായത് നമ്മുടെ എൻവയോൺമെൻറ്റ് സെറ്റപ്പ് എല്ലാം റെഡിയാണ്. അപ്പോൾ നമ്മൾ ഈ മോഡൽ വെച്ചിട്ട് ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട്
ഈ ഒരു കമാൻഡ്, അതായത് ഈ 9ാമത്തെ ലൈനിൽ കാണുന്ന കമാൻഡ് അലംബിക് റിവിഷൻ ഓട്ടോ ജനറേറ്റ് -m നമുക്കിഷ്ടമുള്ള, അതായത് നമ്മളിപ്പോൾ ഒരു ടേബിളേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ, അതായത് നമ്മൾ ഈ -mന് ശേഷം കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജാണ് കൊടുക്കേണ്ടത്. അതായത് ഈ റിവിഷൻ കൊണ്ട്, അതായത് നമ്മളിപ്പോൾ ഒരു ഡാറ്റാബേസിലോട്ട് ഒരു റിവിഷൻ അപ്ലൈ ചെയ്യുവാണ്, അതായത് നമ്മളൊരു പുതിയ ചേഞ്ച് ഡാറ്റാബേസിലോട്ട് കൊണ്ടുവരുവാണ്, അത് എന്താണെന്ന് നമുക്ക് പിന്നെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മെസ്സേജാണ് നമ്മളിവിടെ കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അവൻ നമ്മളിപ്പോൾ ഇവിടെ ഈ env.pyയിൽ ഇമ്പോർട്ട് ചെയ്ത മോഡലില്ലേ, ഏതൊക്കെ നമ്മൾ മോഡൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിള് അലംബിക് എന്ന് പറയുന്ന ലൈബ്രറി നമ്മുടെ ഡാറ്റാബേസിലോട്ട് റൈറ്റ് ചെയ്യും. അപ്പം ഇപ്പം റൈറ്റ് ചെയ്യില്ല, ഇതൊരു റിവിഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇങ്ങനൊരു ഫയല് ഇങ്ങനൊരു കമാൻഡ് നിങ്ങളുടെ കമാൻഡ് ലൈനിൽ കൊടുക്കുക. അപ്പം അവൻ ഈ വേർഷൻ്റെ അകത്ത് ഇങ്ങനൊരു ഫയൽ അവൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇത് വന്നിട്ടുണ്ടോയെന്നൊന്ന് കൺഫേം ചെയ്യുക. അതായത് ഈ കമാൻഡ് ഓടിക്കുക, അപ്പോൾ അവനൊരു റിവിഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഇത് വെച്ചാണ് നമ്മൾ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഈ -mന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്ത് മെസ്സേജ് വേണമെങ്കിൽ കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ വെറുതെ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വേർഷൻസ് എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത കമാൻഡ് അലംബിക് അപ്ഗ്രേഡ് ഹെഡ്. അലംബിക് അപ്ഗ്രേഡ് ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ഈ റിവിഷനിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അത് ഡാറ്റാബേസിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള കമാൻഡാണ് അലംബിക് അപ്ഗ്രേഡ് ഹെഡ്. നമുക്ക് ഈ റിവിഷനിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന റിവേർട്ട് ചെയ്യണമെങ്കിൽ ഡൗൺഗ്രേഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് കൂടെ ഉണ്ട്. തൽക്കാലം ഇപ്പോൾ അപ്ഗ്രേഡ് ഹെഡ് ചെയ്യുക. ഹെഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ക്രിയേറ്റ് ആയിരിക്കുന്ന വേർഷൻ ഡാറ്റാബേസിലോട്ട് അപ്ലൈ ചെയ്യാമെന്നാണ് ഈ ഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഐ ഡി കണ്ടോ 63FA എന്നൊക്കെ പറഞ്ഞു, ഈ ഒരു ഐ ഡി വെച്ചിട്ടും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ബട്ട് ഇപ്പോൾ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റിവിഷൻ ആയതുകൊണ്ട് നമ്മൾ ഹെഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറയും. അലംബിക് അപ്ഗ്രേഡ് ഹെഡ്. ചെയ്ത് ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രൗസറിൽ SQLite അല്ല, നിങ്ങളുടെ ലാപ്ടോപ്പിൽ SQLite വ്യൂവർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന DB കാണാൻ പറ്റും. അതായത് എവിടെയാണോ നിങ്ങളുടെ ഫോൾഡർ ഇരിക്കുന്നത്, നമ്മുടെ കോളേജ് എന്ന് പറയുന്ന ആപ്പ്, അതിനകത്ത്
college.db എന്നായിരുന്നു എൻ്റെ ഫയലിൻ്റെ പേര്. ഞാൻ ആ ഫയൽ എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് 2 ടേബിൾ കാണാൻ പറ്റും. അലംബിക് വേർഷൻ എന്ന് പറയുന്ന ഒരു ടേബിൾ, അത് അവൻ്റെ ഇൻറ്റേർണൽ ടേബിളാണ്. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിൾ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. അതായത് നമ്മൾ 3 കോളം വെച്ചാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്തത്. ID, നെയിം, കോഡ്. അപ്പം ഇവിടെ അത് നമുക്ക് കാണാൻ പറ്റും. ഒന്നുകൂടെ പറയാം. ഏതാ? ബ്രൗസ് ചെയ്യുന്ന ബ്രൗസ് ചെയ്യുന്ന, അതായത് SQLite വ്യൂവർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. നിങ്ങളുടെ വിൻഡോസിലാണെങ്കിൽ SQLite വ്യൂവർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം എൻ്റെ ഇതിനകത്ത് DB ബ്രൗസർ ഫോർ SQLite എന്നാണ്. അപ്പം ഇതിനകത്ത് നമുക്കിവിടെ ഓപ്പൺ ഡാറ്റാബേസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് പോയിട്ട് എവിടെയാണോ നിങ്ങളുടെ ഫോൾഡർ, അതായത് നമ്മുടെ കോളേജ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് college.db എന്ന് പറയുന്ന ഒരു ഫയൽ കാണും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തുള്ള ടേബിൾസ് കാണാൻ പറ്റും. അതിനകത്ത് നമ്മൾ എക്സ്പ്ലിസിറ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ടേബിളുണ്ട്. അത് കൂടാതെ അലംബിക് വേർഷൻ എന്ന് പറയുന്നത്, ഇത് അലംബിക് ഇൻറ്റേർണലി അവൻ്റെ, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റിവിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടേബിളാണിത്. അപ്പോൾ ഈ 2 ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹലോ സാറേ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഹലോ സാറേ, കേൾക്കുന്നില്ലേ? കേൾക്കാം, പറഞ്ഞു. നമ്മുടെ സെർവർ ഒന്ന് ഡൗൺ ആയിരുന്നു, ഇപ്പൊ നെറ്റ് കിട്ടുന്നുണ്ടായിട്ടാ. ഓക്കെ. അപ്പം എവിടെ വരെ എത്തി നിങ്ങൾ? അതായത് പിപ്പ് ഇൻസ്റ്റാൾ അലംബിക് അലംബിക് എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ലേ ഡാറ്റാബേസ് URL, ആ സ്റ്റെപ്പ് ഒന്ന് മിസ്സായിപ്പോയി. അത് ഞാൻ ഒന്നുകൂടെ ചെയ്യാം. SEC കോളേജ് എല്ലാവരും ഓക്കെ ആണോ ഇതുവരെ? എല്ലാവർക്കും ഈ ടേബിൾ വന്നിട്ടുണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഫയൽ. അതായത് alembic.ini നമ്മൾ SQL.alchemy URL എന്ന് പറയുന്നത് ഇതായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ഒരു ഫയലും കൂടെ നമുക്ക് മോഡിഫൈ ചെയ്യാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം.
ഈ URL അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ env.py-ക്കകത്ത് 5 തൊട്ട് 11 വരെയുള്ള ലൈന് ആഡ് ചെയ്യും. സാർ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇവിടെ ഡാറ്റാബേസ് ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് നമ്മുടെ എക്സിക്യൂട്ട് SQL എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ നിങ്ങളുടെ SQLite ബ്രൗസറിനകത്ത്. അവിടെ വന്നിട്ട് നമ്മളൊരു എൻട്രി ആഡ് ചെയ്യുവാണ്, അതായത് ഇൻസേർട്ട് ഇൻ ടു ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടേബിളിലേക്ക് നമുക്ക് ഒരു പുതിയ എൻട്രി നമുക്ക് കൊടുക്കണം. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ ഫിസിക്സ് ആഡ് ചെയ്യുന്നു. PH എന്ന് പറഞ്ഞ കോഡും കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കൊടുക്കാം. ഇൻസേർട്ട് ഇൻ ടു നിങ്ങളുടെ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ നെയിം, പേര്, വാല്യൂസ് എന്ന് കൊടുത്തിട്ട് ഈ ബട്ടൺ എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡാറ്റാബേസിലോട്ട് ആ എൻട്രി ആഡ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ബ്രൗസ് ഡാറ്റയിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ ടേബിൾ ഇവിടെ നിന്ന് എടുത്താൽ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ആഡ് ചെയ്തേക്കുന്ന എൻട്രി, നിങ്ങൾക്ക് എത്ര എൻട്രി വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇൻസേർട്ട് ഇൻ ടു എന്ന് പറഞ്ഞത് മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ എക്സിക്യൂട്ട് SQL വന്നിട്ട് ഈ വാല്യൂ 2 ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ഇഷ്ടമുള്ള അത്രയും വാല്യൂസ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബ്രൗസ് ഡേറ്റയിൽ വന്നിട്ട് ആ ടേബിൾ, അതായത് ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ആ ടേബിൾ എടുക്കുമ്പോൾ ഞാനിപ്പോൾ 2 എൻട്രി ആഡ് ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ സയൻസും ഫിസിക്സും. അപ്പം ഇങ്ങനെ 2 എൻട്രിയാണ് എൻ്റെ ടേബിളിൽ ഇപ്പോൾ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എൻട്രീസ് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറയുക ഇത് നമുക്ക് എങ്ങനെ നമ്മുടെ വെബ് സെർവർ വെച്ച് റീഡ് ചെയ്തിട്ട് ഫ്രണ്ട് എൻഡിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസറിലോട്ട് കൊണ്ടുവരാമെന്നാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പം 2 എൻട്രി എങ്കിലും മിനിമം ആഡ് ചെയ്തിട്ട് കൺഫേം ചെയ്യാം. സാർ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയാം, കട്ടായി പോയായിരുന്നു. അതായത് ഈ ഒരു കമാൻഡ് ഇല്ലേ, ഇൻസേർട്ട് ഇൻ ടു നമ്മുടെ ടേബിൾ നെയിം എന്ന് പറയുന്നത്, അത് നമ്മുടെ SQLite ബ്രൗസറിൻ്റെ എക്സിക്യൂട്ട് SQL എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ആ ക്വറി കൊടുത്തിട്ട് ഇവിടെ പ്ലേ ബട്ടൺ പോലെ ഒരു ബട്ടൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട് കാണാൻ പറ്റും, എക്സിക്യൂഷൻ ഫിനിഷ്ഡ് വിത്തൗട്ട് എനി എറേഴ്സ് എന്ന് പറഞ്ഞ്. ഇങ്ങനെ വരുവാണെങ്കിൽ ഒരു തവണ വന്നു കഴിഞ്ഞാൽ ഒരു എൻട്രി ആടാവും. അടുത്ത വാല്യൂ നിങ്ങൾ ഈ വാല്യൂ രണ്ടും ചേഞ്ച് ചെയ്യുക, അതായത് കെമിസ്ട്രി എന്ന് കൊടുക്കുക, ഇവിടെ CH എന്ന് കൊടുക്കുക. എന്നിട്ട് അതേപോലെ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സിക്യൂഷൻ ഫിനിഷ്ഡ് വിത്തൗട്ട് എറേഴ്സ് എന്ന് പറഞ്ഞ് കാണും. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും എൻട്രി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രൗസ് ഡേറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ടേബിൾ, അതായത് നമ്മുടെ ഡാറ്റാബേസിലുള്ള ടേബിളിൻ്റെ പേരുകളാണ് ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് ഉണ്ടാവുക. അലംബിക് വേർഷൻ എന്ന് പറഞ്ഞ ടേബിളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ടേബിളുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അതിനകത്ത് ഇപ്പോൾ എൻ്റെ ടേബിളിൽ 3 എൻട്രി ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നും പറഞ്ഞ്. അതുപോലെ നിങ്ങളുടെ ടേബിളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എൻട്രീസ് ആഡ് ചെയ്യുക. മിനിമം 2 എൻട്രി എങ്കിലും എല്ലാവരും ആഡ് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മൾ ഈ ആഡ് ചെയ്തേക്കുന്ന ഡേറ്റ എങ്ങനെ നമ്മുടെ ഫാസ്റ്റ് API വെച്ച് റീഡ് ചെയ്തിട്ട് ഫ്രണ്ട് എൻഡിലോട്ട് കൊണ്ടുവരാമെന്നാണ് നമ്മളടുത്ത് നോക്കുന്നത്.
ഇതാണ് നമ്മുടെ SQL സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനകത്ത് ഈ വാല്യൂസ് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ മാറ്റി കൊടുക്കേണ്ടത്. കമ്പ്യൂട്ടർ സയൻസിന് പകരം ഫിസിക്സോ കെമിസ്ട്രിയോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. ബട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇത് തന്നെയാണ്. കണ്ടിന്യൂ. ഓക്കെ, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയിലും ഒരു 2-3 എൻട്രി എങ്കിലും ആ ടേബിളിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യേണ്ടത് ഇതേ ലെവലിൽ എവിടെയാണോ നമ്മുടെ മോഡൽ ക്രിയേറ്റ് ചെയ്തത് അതേ ലെവലിൽ നമ്മൾ സ്കീമാസ് എന്ന് പറഞ്ഞൊരു ഫയലും കൂടെ models.pyയുടെ അതേ ലെവലിൽ സ്കീമാസ് എന്ന് പറയുന്ന ഒരു ഫയലും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അവിടെ നമ്മൾ നമ്മുടെ ഈ 2 ക്ലാസ്സസ്, അതായത് നമ്മൾ നേരത്തെ മോഡലാണ് ക്രിയേറ്റ് ചെയ്തത്. മോഡൽ ക്രിയേറ്റ് ചെയ്തപ്പം നമ്മൾ ഒരു ക്ലാസ്സാണ് ഉപയോഗിച്ചത്, അതായത് ഈ 3 പ്രോപ്പർട്ടി വെച്ചിട്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഡാറ്റാബേസിൽ എന്താണോ നമുക്ക് വേണ്ടത് അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്ലാസ്സാണ്. അതായത് ഇതിനെയാണ് നമ്മൾ മോഡൽ എന്ന് വിളിക്കുക. അതായത് ഡാറ്റാബേസിലെ ടേബിളിൽ നമുക്ക് എന്തൊക്കെ എൻട്രി വേണം അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് അതിനകത്ത് പ്രൈമറി കീ ഏതാ, അതിനകത്ത് യൂണീക്ക് ഏതൊക്കെ ആയിരിക്കണം, അത് നമ്മൾ ഇൻഡെക്സ് ആക്കണം, അങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻസ് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും മോഡൽ എന്ന് പറയുന്ന ഫയലിലാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് SQL Alchemy എന്ന് പറയുന്ന ലൈബ്രറിയാണ്. അപ്പം ഇതേപോലെ നമുക്ക് ഇത് റീഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് റീഡ് ചെയ്ത് നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ID-യുടെ ഡാറ്റ ടൈപ്പ് ഇതാണ്, നെയിമിൻ്റെ ഡാറ്റ ടൈപ്പ് ഇതാണ്, കോഡിൻ്റെ ഡാറ്റ ടൈപ്പ് ഇതാണ്, ഇതിനെ വെച്ചിട്ട് നമുക്കൊരു JSON ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു സീരിയലൈസർ വേണം. അതിനെയാണ് നമ്മൾ സീരിയലൈസർ എന്ന് പറയുക. അതായത് നമ്മുടെ പൈത്തൺ ഒബ്ജക്റ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് JSON ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സ്ട്രിങ് ഒബ്ജക്റ്റിലോട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സീരിയലൈസേഷൻ എന്ന് പറയുക. അപ്പം അങ്ങനെ സീരിയലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ഡാറ്റ ടൈപ്പ് പറയുക, അല്ലെങ്കിൽ എന്തൊക്കെയാണോ അതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് വരേണ്ടത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലൈബ്രറിയാണ് പൈഡാൻറ്റിക് എന്ന് പറയും. അപ്പോൾ പൈഡാൻറ്റിക്കിനകത്ത് നമ്മൾ മോഡൽസ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഡാറ്റാബേസുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല. നമ്മൾ റീഡ് ചെയ്ത ഡാറ്റേനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് പൈഡാൻറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ പൈഡാൻറ്റിക്കിനകത്ത് ഞാനിപ്പോൾ 2 ക്ലാസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് സിംഗിൾ ക്ലാസ് ആക്കാം. അതായത് ഈ ഐഡിയും കൂടെ ഞാനിവിടെ മേലെ തന്നെ ഇടുവാണെങ്കിൽ ഒരു ക്ലാസ് മതി. പക്ഷേ ഞാനൊരു ഇൻഹെറിറ്റൻസും കൂടെ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് എന്ന് പറയുന്നത്. അത് ബേസ് മോഡലിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു. അതിനകത്ത് നെയിമും കോഡും ഉണ്ട്. അതുകൂടാതെ ഒരു എക്സ്ട്രാ പ്രോപ്പർട്ടി ഐഡിയ നമുക്കുണ്ട്. അത് ഞാൻ താഴത്തെ ക്ലാസ്സിലാണ് പറഞ്ഞേക്കുന്നത്. കാരണം എനിക്ക് ഈ നെയിമും കോഡും മാത്രം യൂസ് ചെയ്യാൻ ആവശ്യമുള്ള അവസ്ഥ ഉണ്ടാവും. അപ്പം ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ക്ലാസ് യൂസ് ചെയ്യും. എനിക്ക് ഈ 3 കൂടെ ഉള്ളപ്പം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന
ക്ലാസ് യൂസ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം 2 സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിനെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഹെറിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ നിങ്ങളും ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ models.py എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ schemas.py എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുക. ഇങ്ങനെ 2 ക്ലാസ്സസ് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന റൗട്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് പിന്നെയും വരിക. അവിടെ ഞാൻ departments.py എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ ഈ ഒരു കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ പുതിയൊരു റൗട്ട് ഡിഫൈൻ ചെയ്യുവാണ് /departments എന്ന് പറഞ്ഞിട്ട്. അവിടെ ഞാൻ റിട്ടേൺ ചെയ്യുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഈ സ്കീമയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സ്കീമയ്ക്കകത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന സ്കീമയ്ക്കകത്ത് ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നെയിമും കോഡും ID ആണ് എൻ്റെ പ്രോപ്പർട്ടീസ്. അതായത് ഇങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റാണ് ഞാൻ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ലിസ്റ്റാണ് ഞാൻ റിട്ടേൺ ചെയ്യാൻ പോകുന്നതെന്ന് പറയാനാണ് ഞാനിവിടെ റെസ്പോൺസ് മോഡൽ = ലിസ്റ്റ് ഓഫ് സ്കീമ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അതായത് ഈ റൗട്ട് റിട്ടേൺ ചെയ്യുന്നത് എപ്പോഴും ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന സ്കീമയിൽ ഡിഫൈൻ ചെയ്യുന്ന പോലുള്ള ഒബ്ജക്റ്റിൻ്റെ ഒരു ലിസ്റ്റ് ആയിരിക്കും. വേറെ എന്ത് ഞാനിവിടെ നിന്ന് റിട്ടേൺ ചെയ്താലും അവൻ വാലിഡേഷൻ എറർ അടിക്കും. അപ്പം അങ്ങനെ അതിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ ഈ റെസ്പോൺസ് മോഡലിലൂടെ പറയുന്നത്. ഓക്കെ,
അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ db.query models.department.all, അതായത് നമ്മുടെ സെലക്ട് സ്റ്റാർ ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ്സ് ടേബിൾ എന്ന് നമ്മൾ സാധാരണ SQL യൂസ് ചെയ്യില്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SQL ആൽക്കമി കൺസ്ട്രക്റ്റ് ആണ് db.query models.department.all എന്ന് പറയുന്നത്. അതായത് അവിടെ ഫിൽറ്ററിംഗ് ഒന്നുമില്ല. അതായത് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം വേറെ എന്ന് പറയുന്ന കണ്ടീഷൻ ഇല്ല. നമുക്ക് എല്ലാ എൻട്രിയും വേണം. അതായത് നമ്മൾ എന്തൊക്കെയാണോ എത്ര എൻട്രി നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലുണ്ടോ അതെല്ലാം വേണം എന്ന് പറയാനാണ് ഈ .all എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഗെറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനകത്തുനിന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഡാറ്റാബേസിനകത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലുള്ള എല്ലാ എൻട്രിയും എനിക്ക് റിട്ടേൺ ചെയ്യണം. ആ റിട്ടേൺ ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് മോഡൽ എന്ന് പറയുന്നത് ഈ സ്കീമയ്ക്കകത്ത് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റെസ്പോൺസ് മോഡൽ ഉപയോഗിക്കുമ്പോഴാണ് ഞാൻ ആ സ്കീമയ്ക്കകത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഡാറ്റാബേസ് ക്വറി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് മോഡൽ എന്ന് പറയുന്നതിനകത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇത് രണ്ടും മാറിപ്പോകരുത്. ഡാറ്റാബേസുമായിട്ടുള്ള എല്ലാ ഇൻട്രാക്ഷനും നമ്മൾ മോഡൽ ഉപയോഗിച്ച് ചെയ്യും. നമ്മുടെ റെസ്പോൺസ് ടൈപ്പ്, അതായത് നമ്മൾ എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അതെപ്പോഴും നമ്മുടെ സ്കീമയ്ക്കകത്ത്, അതായത് പൈഡാൻറ്റിക്കിൻ്റെ മോഡൽ വെച്ചാണ് ചെയ്യുക. ഇത് രണ്ടും മാറിപ്പോകരുത്. അപ്പം ഇത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഈ റൗട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഇതെങ്ങനെ ഡാറ്റ റിട്രീവ് ചെയ്യുമെന്ന് നോക്കാം.
ഓക്കെ, അപ്പം ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റൗട്ടറിനെ നമുക്ക് നമ്മുടെ മെയിൻ ആപ്പുമായിട്ട് രജിസ്റ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ API റൗട്ടർ രജിസ്റ്റർ ചെയ്തായിരുന്നു, HTML റൗട്ടർ ചെയ്തായിരുന്നു. അതുപോലെ പുതിയൊരു ആപ്പ് ഇൻക്ലൂഡ് റൗട്ടർ, ഡിപ്പാർട്ട്മെന്റ്സ് റൗട്ടറും കൂടെ ചെയ്യുന്നു. സാർ കഴിഞ്ഞു. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നമ്മുടെ സെർവർ ഓടിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ HTML എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇത്തവണ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് കൊടുക്കാൻ പോകുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ അവിടെ നിങ്ങളുടെ ഡാറ്റാബേസിൽ ഉണ്ടായിരുന്നത്, അതായത് എൻ്റെ ഡാറ്റാബേസിൽ 3 എൻട്രിയാണ് ഉണ്ടായിരുന്നത്: കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി. അത് കണ്ടോ, കമ്പ്യൂട്ടർ സയൻസ്, CS അതുപോലെ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റാബേസിൽ ഉള്ള കണ്ടൻറ്റിനെ അതായത് നമ്മളിവിടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന എൻഡ് പോയിന്റിൽ ചെയ്തേക്കുന്നത് db.query department.all എന്നാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിലുള്ള എല്ലാ റോസും ഫെച്ച് ചെയ്തിട്ട് ഈ പറയുന്ന റെസ്പോൺസ് മോഡലിൻ്റെ ഫോർമാറ്റിൽ, അതായത് ഞാനിവിടെ റെസ്പോൺസ് മോഡൽ പറഞ്ഞേക്കുന്നത് ഇവിടെയാണ്, നെയിം, കോഡ്, ID, ഈ 3 പ്രോപ്പർട്ടീസ് ഉള്ള ഒരു റെസ്പോൺസായിട്ട് എനിക്ക് റിട്ടേൺ ചെയ്യാനാണ് ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മളീ കാണുന്നത്. അപ്പം ഞാനിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന മാറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ആക്കിയെന്ന് വിചാരിക്കാം. ഡിപ്പാർട്ട്മെൻറ്റിനകത്തോട്ട് പോയിട്ട് ഞാൻ റിട്ടേൺ ചെയ്യുന്നത് എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു വെച്ചു. അപ്പം ഞാനിവിടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഇവിടെ സ്കീമയ്ക്കകത്ത് നെയിമും കോഡും മാത്രമേ ഉള്ളൂ, ഡിപ്പാർട്ട്മെൻറ്റ് ബേസിനകത്ത് ID ഇല്ല. അപ്പം എനിക്ക് റിട്ടേൺ ചെയ്യുന്ന റെസ്പോൺസിനകത്തും എന്തേ ഉള്ളൂ, നെയിമും കോഡും മാത്രമേ ഉള്ളൂ, ID ഇല്ല. ഞാൻ വീണ്ടും തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ഇതിനെ തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാക്കുവാണെങ്കിൽ എനിക്ക് തിരിച്ച് 3 പ്രോപ്പർട്ടീസും തിരിച്ച് 3 പ്രോപ്പർട്ടീസും കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 2 എണ്ണം ആക്കിയത്. ഇതിനു വേണ്ടി മാത്രമല്ല, വേറൊരു യൂസ് കേസും കൂടെ അടുത്തതിനകത്ത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും റെസ്പോൺസ് ടൈമിൽ. ബട്ട് നമ്മുടെ മോഡൽ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ടേബിളിൽ വേണോ അതെല്ലാം ചെയ്യണം. സ്കീമയ്ക്കകത്ത് നമുക്ക് ആ ഫ്രീഡം ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള ഫീൽഡ്, അതായത് നമുക്കിപ്പം ചില പേജിൽ നമുക്ക് നെയിം മാത്രം കാണിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് നെയിം മാത്രം റിട്ടേൺ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന റെസ്പോൺസ് മോഡലിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഫീൽഡുള്ള ക്ലാസ് മാത്രം പറഞ്ഞു കൊടുക്കുക, അത് മാത്രം അവൻ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇതാണ് മോഡലും സ്കീമയും തമ്മിലുള്ള വ്യത്യാസം. സ്കീമ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ റെസ്പോൺസ് ടൈപ്പ് സ്പെസിഫൈ ചെയ്യാനാണ് പറയുക. മോഡൽ എപ്പോഴും നമ്മൾ ഡാറ്റാബേസിനകത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഡാറ്റാബേസിനകത്തുള്ള പ്രോപ്പർട്ടീസ് പറയാനാണ് മോഡൽ യൂസ് ചെയ്യുക. ഇത് രണ്ടും മാറിപ്പോവാതെ എല്ലാവർക്കും ഇത് കിട്ടിയിട്ടുണ്ടോ? സാർ കിട്ടിയില്ല.
എന്താ എറർ? ഒന്നും ഡിസ്പ്ലേ ആവുന്നില്ല. എം ടി ലിസ്റ്റ് ആണോ? എം ടി ലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ സേവ് ചെയ്യാൻ മറന്നു പോയതായിരിക്കും. അതായത് നിങ്ങൾ ആഡ് ചെയ്തിട്ട് Ctrl+S കൂടെ പ്രസ് ചെയ്യണം. ഇവിടെ നിങ്ങൾ നേരത്തെ ഇൻസേർട്ട് ഇൻറ്റു ചെയ്തില്ലേ, നിങ്ങൾ നേരത്തെ എക്സിക്യൂട്ട് ചെയ്ത് പോയി ബ്രൗസ് ഡേറ്റയിൽ ഡേറ്റ കാണിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങളത് റൈറ്റ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും. അതായത് ഒരു Ctrl+S കൂടെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് മൊത്തം ആ ഫയലിലോട്ട് വരും. അല്ലെങ്കിൽ ഈ SQLite ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടെ എടുത്ത് നോക്കിയാൽ മതി. ഈ നിങ്ങളുടെ കണ്ടന്റ് അവിടെ തന്നെ ഉണ്ടോ, ഉണ്ടായിട്ടും വരുന്നില്ലെങ്കിൽ കോഡിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്തിട്ട് കൺഫേം ചെയ്യും. കിട്ടി. അപ്പം ഇനി ഇപ്പം നമ്മൾ നോക്കിയത് എങ്ങനെ ഡാറ്റാബേസിൽ ഇരിക്കുന്ന ഡേറ്റ നമുക്ക് ഫെച്ച് ചെയ്യാമെന്നാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കൊരു ഡാറ്റാബേസിലോട്ട് നമുക്ക് എൻട്രി ആഡ് ചെയ്യണം. അതായത് ഇങ്ങനൊരു ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഫ്രണ്ട് എൻഡ് വെച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു എൻ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന department.py എന്ന് പറയുന്ന ഫയലിനകത്ത് നമ്മൾ router.get എന്ന് പറയുന്ന ഇതിനകത്താണ് നമ്മളിപ്പോൾ റിട്ടേൺ ചെയ്യാനുള്ള കോഡ് എഴുതി വെച്ചേക്കുന്നത്. അപ്പം അതേ എൻ പോയിന്റിൽ നമുക്ക് ഒരു പോസ്റ്റ് എൻ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് പോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഗെറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഒരു റെസ്റ്റ് കൺവെൻഷനകത്ത് എപ്പോഴും ഡാറ്റാബേസിൽ നിന്ന് അല്ലെങ്കിൽ സെർവറിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. പോസ്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും എപ്പോഴും അതൊരു കൺവെൻഷനാണ്, അങ്ങനെ ചെയ്യണം നിർബന്ധമല്ല, നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു കൺവെൻഷനാണ്. നമുക്ക് ഡാറ്റാബേസിലോട്ട് ഡാറ്റ റൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ആയിട്ടാണ് അയക്കുക. അപ്പം URLൻ്റെ എൻ പോയിന്റ് മാറുന്നില്ല, സെയിം എൻ പോയിന്റിൽ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന സെയിം എൻ പോയിന്റിൽ നമ്മൾ നമുക്കെങ്ങനെ ഒരു എൻട്രി ഡാറ്റാബേസിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു പുതിയൊരു എൻ പോയിന്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. റെസ്പോൺസ് മോഡൽ schema.department ആണ്. നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്യുക. ഇവിടെ ഞാനത് ഇത്രയും ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഞാനിത് മൾട്ടി ലൈൻ ആക്കിയത് ഒറ്റ സ്ക്രീനിൽ കാണാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഒറ്റ ലൈനിൽ തന്നെ എഴുതാം. ഓക്കെ,
അപ്പം ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പിന്നെയും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മെയിനിനകത്ത് നമ്മൾ ഓൾറെഡി ഈ ഡിപ്പാർട്ട്മെന്റ് റൗട്ടറിനകത്ത് വരുന്ന എല്ലാ റൗട്ടറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ പോലെയല്ല ഗെറ്റ് അല്ല, നമുക്ക് പോസ്റ്റ് ചെയ്യണം വേണ്ടേ ഡേറ്റ. അപ്പം ഫാസ്റ്റ് API ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്വാഗർ UI എന്ന് പറയുന്ന ഒരു തരുന്നുണ്ട്. അപ്പം അതിനകത്ത് നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് 8000/docs പോവുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ സെർവർ റൺ ചെയ്യുക, എന്നിട്ട് ഡോക്സിൽ പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന എൻ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങളിപ്പം നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത് റീഡ് റൂട്ട് എന്ന് പറയുന്നതാണ്, പിന്നെ /HTML ഉണ്ട്, /department ഉണ്ട്. നമുക്ക് വെറുതെ ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രൗസറിന് പകരം ട്രൈ ഇറ്റ് ഔട്ട് എന്ന് പറയുന്ന സാധനം എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ റെസ്പോൺസ് കാണാം. കണ്ടോ? അതായത് നമ്മൾ നേരത്തെ ബ്രൗസറിൽ ഇവിടെ കണ്ടത് എന്താണോ അതേ സാധനം നമുക്ക് കുറച്ചുകൂടെ UI റെഡി ആയിട്ട്, അതായത് ഞാനിപ്പോൾ ഹിറ്റ് ചെയ്തേക്കുന്ന റിക്വസ്റ്റ് URL 8000/departments ആണ്. അപ്പോൾ എനിക്ക് സെർവറിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് ആണ് ഇത്. അപ്പം ഇങ്ങനെ ഇത് ഫാസ്റ്റ് API തന്നെ തരുന്ന സ്വാഗർ എന്ന് പറയുന്ന UI ആണ്. അപ്പം ഈ നമ്മൾ ഇത്രയും നേരം ഇത് ഉപയോഗിക്കാണ്ടിരുന്നതിൻ്റെ കാര്യം, നമുക്ക് എല്ലാം ഗെറ്റായിരുന്നു. അപ്പോൾ നമുക്ക് വെറുതെ ഈ URL ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റെസ്പോൺസ് ബ്രൗസറിൽ തന്നെ കിട്ടും. അപ്പം വേറൊരു എക്സ്റ്റേണൽ UIയുടെ ആവശ്യമില്ല. അപ്പം ഇത് വെച്ച് നമ്മൾ പോസ്റ്റ് അങ്ങനെയല്ല. പോസ്റ്റ് നമുക്ക് വെറുതെ ബ്രൗസറിൽ നമുക്ക് പോസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഒന്നുകിൽ പോസ്റ്റ്മാൻ പോലുള്ള ഒരു തേർഡ് പാർട്ടി ക്ലയൻറ്റ് വേണം, അല്ലെങ്കിൽ നമ്മൾ കോഡ് എഴുതിയിട്ട് വേണം പോസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളൊരു കസ്റ്റം ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് വേണം അത് സബ്മിറ്റ് ചെയ്യാൻ. അപ്പം അത് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. തൽക്കാലം ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റ് ഇവിടെ ഒരു പുതിയ ഒരു എൻ പോയിൻ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടാകും. അതായത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത 3 എൻ പോയിൻറ്റിൻ്റെ പുറമെ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു എൻ പോയിൻ്റ് ഇവിടെ വന്നിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം അവനിവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതായത് ഇവൻ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്തൊരു റിക്വസ്റ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്, അപ്പം എങ്ങനെയാണ് റെസ്പോൺസ് വരിക എന്ന് അവനിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയൊരു റെസ്പോൺസ് കിട്ടും എന്നാണ് ഇവൻ പറയുന്നത്. എറർ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അതിന് കണക്കായിട്ടുള്ള എററും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിതൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ട്രൈ ഇറ്റ് ഔട്ട് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ റിക്വസ്റ്റ് ബോഡി. റിക്വസ്റ്റ് ബോഡി എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് റിക്വസ്റ്റിനകത്ത് നമ്മൾ എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് അതാണ് നമ്മുടെ റിക്വസ്റ്റ് ബോഡി എന്ന് പറയുന്നത്. അതായത് ഇവിടെ നെയിമും കോഡുമാണ്. ഞാനിപ്പോൾ തൽക്കാലം എക്കണോമിക്സ് എന്ന് കൊടുക്കുന്നു. ഇതിന് ഈസി എന്ന് പറഞ്ഞൊരു കോഡ് ഞാൻ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ എക്സിക്യൂട്ട് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുമ്പോൾ അവൻ എക്സിക്യൂട്ട് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേള്. നിങ്ങൾ ലിനക്സ് കമാൻഡ്സുമായിട്ട് ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെബ് റിക്വസ്റ്റ് അല്ലെങ്കിൽ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് കേള്. അപ്പം അതിനകത്ത് നമ്മുടെ ഡേറ്റ ആയിട്ട് നമ്മളിപ്പോൾ എന്താണോ പേലോഡ് ഞാനിവിടെ കൊടുത്തത് അത് അവൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വന്ന റെസ്പോൺസ്, സെർവർ റെസ്പോൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ കൊടുത്തേക്കുന്ന പേര്, കോഡും മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ID ഓട്ടോ ജനറേറ്റഡ് ആണ്. അപ്പം പക്ഷേ നമ്മുടെ റെസ്പോൺസിലോട്ട് വരുമ്പം ആ IDയും കൂടെ വരും. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഹിറ്റ് ചെയ്ത ഗെറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ എനിക്ക് ആ എക്കണോമിക്സും കൂടെ ഇവിടെ വന്നിട്ടായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഇത് ക്ലിയർ ചെയ്യുക, എന്നിട്ട് ഇത് റീസെറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ട്രൈ ഇറ്റ് ഔട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ട്രൈ ഇറ്റ് ഔട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിക്വസ്റ്റ് ബോഡി സ്പെസിഫൈ ചെയ്യാനുണ്ടാവും. ആ റിക്വസ്റ്റ് ബോഡിക്കകത്ത് ഈ നെയിമും കോഡും മാറ്റരുത്.
ഇതിനകത്ത് വാല്യൂ ഈ സ്ട്രിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. അതായത് നേരത്തെ ഉണ്ടായിരുന്ന എനിക്കിപ്പം കമ്പ്യൂട്ടർ സയൻസും കെമിസ്ട്രിയും എക്കണോമിക്സും ഉണ്ട്. ഞാനിവിടെ ഫിസിക്സും കൂടെ കൊടുക്കുന്നു. കോഡ് PH എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് എക്സിക്യൂട്ട് എന്ന് കൊടുക്കുമ്പോൾ നമുക്കിവിടെ സെർവർ റെസ്പോൺസ് കാണാൻ പറ്റും. 200 എന്ന് പറയുന്നത് സക്സസ് എന്ന് പറയുന്നതിൻ്റെ കോഡാണ്. അതായത് നമ്മൾ കൊടുത്തേക്കുന്ന റിക്വസ്റ്റ് സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് 200 ആണ് വരിക. അപ്പം അതിൻ്റെ റെസ്പോൺസ് ബോഡി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ കൊടുത്തേക്കുന്നത് ഫിസിക്സും PH ആയിരുന്നു. ID അവനൊരു 4 അസൈൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഇതേ സാധനം ഞാൻ പോയി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ ഒരെണ്ണം കൂടെ എൻ്റെ ലിസ്റ്റിൽ ആഡായിട്ട് വന്നിട്ടിട്ട് കാണാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. അതായത് /docsൽ പോകുമ്പം നമുക്ക് നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന എൻ പോയിൻറ്റ്സ് എല്ലാം കാണാൻ പറ്റും. അവസാനം ഒരു പോസ്റ്റ് എന്ന് പറയുന്ന റിക്വസ്റ്റ് ഉണ്ടാവും. അതിനകത്ത് ട്രൈ ഇറ്റ് ഔട്ട് ഉണ്ടാവും. അതൊന്ന് ട്രൈ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ എൻ പോയിൻറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനാ എൻ പോയിന്റ് ഇവർക്ക് വന്നിട്ടില്ല. എന്താ എറർ ഉണ്ട്? ആ departments.py കാണിക്കുമോ? ഗെറ്റ് വരെ വന്നിട്ടുണ്ടോ? പോസ്റ്റ് മാത്രമാണോ വരാതെ? പോസ്റ്റ് വന്നിട്ടില്ല. ബാക്കി 3 ഗെറ്റും വന്നിട്ടുണ്ടോ? 3 ഗെറ്റും വന്നിട്ടുണ്ടോ വരാത്തവർക്ക്? പോസ്റ്റ് വരാത്ത ആ departments.py എടുക്കുമോ? ഈ പേരൊന്നും മാറിയിട്ടില്ലല്ലോ. router.post ഡിപ്പാർട്ട്മെന്റ്സ് തന്നെയല്ലേ കൊടുത്തേക്കുന്നത്? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൂടെ അയച്ചതാണ്.
ഒരു ചെറിയ വ്യത്യാസം കൂടെ ഉണ്ടാവും. ഞാൻ ഇവിടെ ഒരു സ്കീമ ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു സ്കീമയും കൂടെ വന്നിട്ടുണ്ട്. അത് ഡിപ്പാർട്ട്മെന്റ് ബേസിൽ തന്നെ കൊടുത്താലും മതി, വ്യത്യാസമില്ല. അതായത് ഡിപ്പാർട്ട്മെന്റ് ബേസ് കൊടുത്തപ്പോൾ വർക്ക് ചെയ്യുന്നില്ലേ? കാരണം ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ വെറുതെ ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഏതാ? അതെ, അത് ഇങ്ങനെ ഒരു സ്കീമാസിനകത്ത് ഇതൊന്ന് ചെയ്താൽ മതി. ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്യുന്ന ചുമ്മാ ഇൻഹെറിറ്റ് ചെയ്തിട്ട് പാസ് ചെയ്തിട്ടുള്ളൂ, വേറെ ചെയ്തിട്ടില്ല. ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് കൊടുത്താലും വർക്ക് ചെയ്യേണ്ടതാണ്, വേറെ പ്രശ്നമൊന്നും കാര്യമില്ല. നിങ്ങളുടെ ആഡ് ചെയ്യാനാവും. അതായിരുന്നു ഇഷ്യൂ. ശരിയാണ്, ശരിയല്ലേ? ഇത്രയാണ് ബേസിക് ആയിട്ട്. നമ്മളിപ്പോൾ ഫാസ്റ്റ് ടൈപ്പ് വെച്ച് എങ്ങനെ ഒരു സിമ്പിൾ എൻഡ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. HTML റെസ്പോൺസ് എങ്ങനെ എടുക്കാമെന്ന് പഠിച്ചു. ഒരു ഡാറ്റാബേസിൽ നിന്ന് എങ്ങനെ റീഡ് ചെയ്യാം, എങ്ങനെ ഡാറ്റാബേസിലോട്ട് റൈറ്റ് ചെയ്യാം, ഇത്രയും ഓപ്പറേഷൻസ് എങ്ങനെ ഫാസ്റ്റ് ടൈപ്പ് വെച്ച് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു വെബ് സെർവർ വെച്ച് നമ്മൾ, അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷനിൽ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം കവർ ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ബാക്കി ഇനി എന്തെങ്കിലും അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന സെഷനിൽ അഡ്രസ്സ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? മതിയാവും, കുറച്ച് എററൊക്കെ ഉണ്ടെന്ന് കറക്റ്റ് ചെയ്യാം, ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാം. ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാനത് പ്രൈവറ്റ് ആയിട്ട് ഷെയർ ചെയ്തോളാം. ശരിയാണ്. ഓക്കെ, താങ്ക് യു.